ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്, ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാതിരിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി പറഞ്ഞു എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീക്കെൻഡും കൂടെ വേസ്റ്റ് ആയല്ലോ, വെള്ളത്തിലായല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി വാക്കുണ്ട്, വിമണിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പോയാൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ യെസ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് പാർക്കാണ്, നോർത്ത് സിഡ്നി. അപ്പോൾ ഞാനിപ്പോൾ വിക്ടോറിയ ക്രോസിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് നടക്കണം ടു നോർത്ത് സിഡ്നി, ടു സെയിൻറ്റ് പീറ്റേഴ്സ് പാർക്ക്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് റോഷനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വിക്ടോറിയ ക്രോസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈവൻറ്റിന് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു ഈവൻറ്റിന് സിഡ്നിയിൽ ഇതേപോലെ ഒരുപാട് ഈവൻറ്റ്സ് നടക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് യു ഗൈസ് ഓൾസോ വിത്ത് മീ. സോ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. ഈ ഈവൻറ്റ് ശരിക്കും ഷീറൻസ് ക്ലബ്ബാണ് കേട്ടോ ഹോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് സ്പോൺസർ ചെയ്യുന്നത് ഒരു അവൻ സ്കിൻ കെയർ ബ്രാൻഡാണ്. ആൻഡ് ആ ബ്രാൻഡിൻ്റെ ഗൂഡീസൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ അനദർ പ്ലസ് പോയിൻ്റ് ഓഫ് അറ്റൻഡിങ് ദീസ് ഈവൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. എസ്പെഷ്യലി സിഡ്നിയിൽ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഈവൻറ്റ്സ് അതിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും റോഷിനിയും ഇതിനൊക്കെ പോകാമെന്ന് തീരുമാനിച്ചത്. ഫൈനലി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സെയിൻറ്റ് പീറ്റേഴ്സ് പാർക്കിലോട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് ആണ് കേട്ടോ നടക്കാനുള്ളത്. കുറേ നേരമായിട്ട് ഞങ്ങൾ എസ്കലേറ്റേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്ക്, അങ്ങോട്ടും ഉണ്ട്, ഇത് ഇങ്ങോട്ടും ഉണ്ട്, അങ്ങ് കിടക്കുകയാണ് താഴെ. ഇപ്പം തന്നെ ഞങ്ങളൊരു 2 എസ്കലേറ്റേഴ്സ് കയറി കഴിഞ്ഞു കേട്ടോ. അത് ഇത്രയും തന്നെ ഉണ്ടാകും. ഭയങ്കരമായിട്ട് ഇവർ അങ്ങ് വിശാലമായിട്ടാണ് മെട്രോ സ്റ്റേഷൻസൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നെ പറ്റി 4 വർത്താനം പറഞ്ഞാൽ മതി. Simply Gopika is a very simple and humble person. അതെ, അതുകൊണ്ടാണ് ഞാൻ സിംപ്ലി നിട്ടതും. ഇത് നമുക്ക് റോഷിനി ആണെങ്കിൽ ഭയങ്കര സ്പോർട്സ് ആ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ചെയ്താണ് കേട്ടോ. ഞാൻ താട്ടെ ഭയങ്കര അതെ, ആ ഒരു ബോധമുണ്ട് നിനക്ക്. ഞാൻ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ. ഇത് നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണോ? ഈ 11 മിനിറ്റ്സ് ഉണ്ടല്ലേ നടക്കാൻ. ഇനി അവിടെ ചെന്നിട്ട് നടക്കാനുള്ളതാണ്. ഒരു 40 മിനിറ്റ്സ് വാക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗുഡീസ് കിട്ടുമല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ഈ സ്ഥലം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓൾഡ് ബിൽഡിങ്സിൻ്റെ പുറകിൽ ന്യൂ ബിൽഡിങ്സ്. ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഈവൻറ്റ്സ് ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. ഇതിപ്രാവശ്യം റോഷിനി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിന് റെഡി ആയത് കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ഭയങ്കര മടിയും പേടിയും ഒക്കെയാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയൊക്കെയാണ് സംഭവം എന്നും. അതുകൊണ്ട് ഇനി എനിക്ക് നെക്സ്റ്റ് ഈവൻറ്റ്സിനുമൊക്കെ എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ആ കാണുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ചാണ് കേട്ടോ. ഞങ്ങളതിൻ്റെ പാർക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ ഗേൾസ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. Are there like so many girls coming out for these? Well, apparently this one's around 200. So last
ആ കാണുന്നത് സിഡ്നി ഹാർബർ ബ്രിഡ്ജാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടുന്ന് വാക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടം വരെ നടക്കും കേട്ടോ. ഇവിടെ ഒരാളെ പരിചയപ്പെടാനൊക്കെ പറ്റി. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഈവൻസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. So what's your name? Sonia. Sonia. I'm Roshni. So she's a nurse and she's working here for how long? This is my third year. Like 2 weeks. Third year. Okay. So where are you from? I mean, basically from Sydney. Yes. Oh, okay. Okay. ഇവരാണ് കേട്ടോ ഈ ഒരു ഈവൻറ്റിൻ്റെ ഹോസ്റ്റ്. ഷീറൻസ് ക്ലബ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. അപ്പം ഞങ്ങളെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഗ്രൂപ്പിൽ ഒരു 4 പേരുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു റാപ്പോ ഉണ്ടാക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഈവൻസിന് എന്തുകൊണ്ട് വരുന്നില്ലായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം കുറേ പേര് നമുക്ക് പരിചയപ്പെടാൻ പറ്റും, കുറേ ഫ്രണ്ട്സിനെ കിട്ടും. ആൻഡ് എനിക്കിവിടെ സിറ്റിയിൽ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമായിരിക്കും ഇങ്ങനത്തെ ഈവൻറ്റ്സ് നമുക്ക് പോയി പരിചയപ്പെടാനൊക്കെ പറ്റും. സോ ഇവരൊക്കെയാണ് എൻ്റെ ടീമിലുള്ളത് കേട്ടോ. സോ ദിസ് ഇസ് ജോർജിയ ആൻഡ് ഷീസ് ഫ്രം ഇറ്റലി ആൻഡ് മൈ ഫ്രണ്ട്. സോ ഞങ്ങൾ ഇങ്ങനെ ചിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ തന്നെ ഷീ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു വേറൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അവിടെ അവർ ഈ ട്രിപ്പൊക്കെ ആണ് കേട്ടോ ഇടുന്നത്. ഈ 2026 ജാനുവരിയിൽ ഇവർ പോകുന്നത് ജപ്പാനാണ്. ഒരു 12 days ട്രിപ്പാണ് കേട്ടോ. But I will share some more information because it is a really, really special collaboration. Honestly, couldn't think of a better brand to be doing it with, especially in the skincare space. As some of you know, I've been dealing with a bit of hormonal acne. Many of us have been through that. തൊപ്പി ഈ സൺസ്ക്രീൻ ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. സമ്മർ അങ്ങോട്ട് തുടങ്ങി, അപ്പം സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ അവർ പറയുന്നത്. സോ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാറായി. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നോക്കാം. വാക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി 9:14 കേട്ടോ തുടങ്ങിയത്. ഓൾമോസ്റ്റ് ഇന്ത്യൻസൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. ഏതാണ്ട് 300ഓളം ഗേൾസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അത്രയും പേരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരൊട്ടും ഇല്ലായിരുന്നു. ആകെ ഞാനും റോഷ്നിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻസേ ഇല്ലായിരുന്നു. ഫുള്ള് ഈ വെസ്റ്റേൺ ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ വന്ന മിക്ക ഗേൾസും ഞങ്ങളെപ്പോലെ തന്നെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. സോ ഞാനൊരു ജർമ്മനിക്കാരിയൊക്കെ പരിചയപ്പെട്ട് സോ ആ പുള്ളിക്കാരി ഇതേപോലെ 1 വർഷം ആയതേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആഫ്റ്റർ മാരിയിങ് ഹർ ഹസ്ബൻഡ്. അപ്പം അതേപോലെ ഫ്രണ്ട്സിനെ തപ്പി നടക്കലാണ് പരിപാടി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനത്തെ ഈവൻസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്ഥലമായ മക്മഹൻസ് പോയിൻറ്റിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞങ്ങൾ വന്ന വഴി തന്നെ സെയിൻറ്റ് പീറ്റേഴ്സ് പാർക്കിലോട്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പലരും പല വഴിക്ക് പോയി. പിന്നെ ഞാനും റോഷ്നിയും പിന്നെ വേറൊരു ഇറ്റലിയിൽ നിന്ന് വന്ന പുള്ളിക്കാരിയും കൂടെ ചുമ്മാ ഒന്ന് സ്വന്തമായി വെറുതെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരു കഫേയിൽ ഇരിക്കുകയാണ്. ഞാനൊരു ഐസ് ടീ ആണ് ഓർഡർ ചെയ്തത്. കാരണം എനിക്ക് ഹംഗ്രി ഇല്ല. ഇവർ എന്തോ കേക്ക്, യു ഓർഡർ കേക്ക് റൈറ്റ് ആൻഡ് ഷീ ഫ്രാപ്പേ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ ഡാർലിംഗ് ഹാർബറിലോട്ട് നടക്കാൻ പോവുകയാണ്. ജസ്റ്റ് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്ന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി അതാണ് കേട്ടോ, ജസ്റ്റ് ചിൽ ഔട്ട്. കണ്ടില്ലേ ഗായ്സ്, മണി പോലെ കിടക്കുന്നു. നല്ല ഭംഗിയുണ്ടിത്. കണ്ടോ, സ്പ്രിംഗ് സീസണിൻ്റെ ഗുണമാണ് ഇതൊക്കെ. സോ ഗുഡ്.
ഇത് കണ്ടോ ഗൈസ്, ഒരു കിടുക്കാച്ചി ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ടാണിത്. നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. കുറേ പേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. സൂപ്പർ. അത് ക്ലൈംബ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഹൗ മച്ച് ഇസ് ഇറ്റ് ഫോർ ക്ലൈംബിംഗ് ദി ബ്രിഡ്ജ്? 300 or 400. 300 or 400. ഓ 400. 400. Oh. 400. Okay, that's so expensive. സോ ഈ സിഡ്നി ഹാർബർ ബ്രിഡ്ജിൻ്റെ ചുമ്മാ ബ്രിഡ്ജ് വാക്ക് ചെയ്യാനല്ല, അതിൻ്റെ ആ മേളത്തെ ആ ഒരു കൈവഴികൾ പോലില്ലേ, അത് ക്ലൈംബ് ചെയ്യാനാണ് ഈ $400 വരുന്നത് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല, പക്ഷേ എന്നേലും ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ട്. മേ ബി സംടൈംസ് ക്ലൈംബ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ്. $400 എന്ന് പറയുന്നത് $400 എന്ന് പറയുന്നത് ഒരു റെൻറ്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സോ ഞങ്ങളൊരു ഫെറി എടുത്തിട്ട് ബാരംഗറൂലോട്ട് പോവാണ് കേട്ടോ. ഡാർലിംഗ് ഹാർബർ അവിടെയാണ് ഉള്ളത്. ആൻഡ് ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ സിഡ്നിയിൽ വന്നിട്ട് ഒരു ഫെറി ഒക്കെ കയറുന്നത്. സോ ഇന്ന് ഫുള്ള് ന്യൂ എക്സ്പീരിയൻസസ് ആണ് എനിക്ക് കേട്ടോ. ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഫെറി. ഇതിനെങ്ങനെയാണ് കയറുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അതാണ്ട് അവർ ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്, ഒരു സ്ലൈഡ് പോലെ ഒരു സംഭവം. അപ്പം അതിൽ നിന്ന് വെച്ചായിരിക്കും നമ്മൾ കയറുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു ഫെറിയിൽ കയറി. അങ്ങനെ ഫെറി എടുത്ത് തുടങ്ങി കേട്ടോ. ഗ്ലാസ് അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷെ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണിപ്പോൾ. ഒരു നല്ല വ്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാരംഗറൂ എത്തി. ഞാൻ എല്ലാ പ്രാവശ്യവും റീലോ അല്ല വെൽസ് യെസ് ചെറിയ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പം വിശന്ന് തുടങ്ങി എനിക്ക് ആ ടീ കുടിച്ചതിന് ശേഷം. അപ്പോൾ ഞങ്ങൾ ബാരംഗറൂവിൽ എത്തി കേട്ടോ. ഞാൻ ഈ ഡാർലിംഗ് ഹാർബറിലൊക്കെ വരുമ്പോൾ ഈ ഫെറീസ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് ഫെറി കയറാൻ പറ്റണേ എന്ന്. ആൻഡ് ഇന്നാണ് കേട്ടോ അത് സാധിച്ചത്, ഒത്തു കിട്ടിയത്. ഒരു ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഓപ്പൽ കാർഡ് തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ കേട്ടോ. മെട്രോ ആയാലും ട്രെയിൻ ആയാലും ബസ്സായാലും ഫെറി ആയാലും എല്ലാത്തിനും ഒരു കാർഡേ ഉള്ളൂ. അത് ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. സമയം ഇപ്പം 11:15 ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ഇപ്പം. ബെൽസ് എന്ന് പറയുന്നൊരു സ്ഥിരം റെസ്റ്റോറൻറ്റ് ഞാൻ റോഷിനിയും വരുമ്പം കഴിക്കുന്നതാണേ. അപ്പം അങ്ങോട്ടേക്കാണ് വന്നത്. സോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഹോട്ട് വിങ്സ് ആണ് കേട്ടോ. പിന്നെ ഫ്രൈസും ഉണ്ട്. നല്ല സ്പൈസിയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന ആൾ വേറെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിരുന്നു കേട്ടോ. പിന്നെ ഞാനും റോഷിനിയും ഈ സ്പൈസി ചിക്കൻ വിങ്സ് കഴിച്ചു കേട്ടോ. ഭയങ്കര സ്പൈസി ആയിരുന്നേ. ഇതിൻ്റെ തന്നെ ഇത് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത ഹോട്ടാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഹോട്ടുണ്ട്, എക്സ്ട്രീം ഹോട്ടുണ്ട്, പിന്നെ ഫക്കിംഗ് ഹോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര പാടാണെന്നാണ് റോഷിനി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളത് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നല്ലതല്ലായിരുന്നു. വല്ലപ്പോഴും ഒക്കെയാണ് ഞങ്ങൾ കാണുന്നത്. വർഷത്തിൽ 3 തവണയോ 2 തവണയോ അങ്ങനെയൊക്കെയാണ് കാണും കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ആൻഡ് നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണിപ്പം. മെട്രോയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ please like, share and subscribe. Subscribe to my channel. Bye.